Good morning, students. At the university question, find a real root of x cube plus x minus 1 equal to 0, then which is 0 and 1 by Newton-Raphson method. Correct to 3 decimal places. The August 2021 7 market question ആയിട്ട് യൂണിവേഴ്സിറ്റി ചോദിച്ചതാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് അതാണ് ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡ്. ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡ് ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ട ഫോർമുല ഇതാണ്. xn plus 1 is equal to xn minus f of xn by f dash xn. ഇതാണ് ഫോർമുല. ഇതിലെ f dash xn not equal to 0 എന്നുള്ള എന്തായിരിക്കും 0, 1, 2 etc. ഇതാണ് ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡിന്റെ ഫോർമുല. ഇവിടെ നമുക്ക് f of x എന്താ തന്നിരിക്കുന്നത്? f of x എന്ന് പറയുന്നത് x ക്യൂബ് പ്ലസ് എക്സ് മൈനസ് 1 എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ f of xn എന്തായിരിക്കും? xn ക്യൂബ് പ്ലസ് xn മൈനസ് 1. f dash xn എന്തായിരിക്കും? ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 3xn സ്ക്വയർ പ്ലസ് 1. അപ്പോൾ നമ്മുടെ ഫോർമുല ഒന്ന് നമുക്ക് മോഡിഫൈ ചെയ്യാം. അപ്പൊ xn പ്ലസ് 1 is equal to നമുക്ക് എന്ത് കിട്ടുന്നുണ്ടെങ്കിൽ xn മൈനസ് f of xn എന്താണ്? xn ക്യൂബ് പ്ലസ് xn മൈനസ് 1 ഡിവൈഡഡ് ബൈ f dash xn എന്താണ്? 3xn സ്ക്വയർ പ്ലസ് എന്ന് പറഞ്ഞാൽ xn പ്ലസ് 1 is equal to xn ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3xn ക്യൂബ് പ്ലസ് xn മൈനസ് xn ക്യൂബ് ഇവിടെ മൈനസ് ഇതിലിടാം മൈനസ് xn then plus 1 divided by 3xn സ്ക്വയർ പ്ലസ് 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ xനും xനും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ 3xn ക്യൂബിന് xn ക്യൂബ് കുറച്ചാൽ 2xn ക്യൂബ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3xn സ്ക്വയർ പ്ലസ് 1. അപ്പൊ xn പ്ലസ് 1 നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തില് xn പ്ലസ് 1നെ നമ്മൾ ഒന്ന് മോഡിഫൈ ചെയ്തു. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? x ക്യൂബ് പ്ലസ് x മൈനസ് 1 ആണ്. അത് ഉപയോഗിച്ച് f of x എന്നുള്ളത് x ക്യൂബ് പ്ലസ് x മൈനസ് 1 ആണ് എങ്കിൽ f of xn xന് പകരം xn റീപ്ലേസ് ചെയ്യുമ്പോൾ f of xn എന്ത് കിട്ടും? xn ക്യൂബ് പ്ലസ് xn മൈനസ് 1 എന്ന് കിട്ടും. f dash xn എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് എന്ത് കിട്ടും? 3xn സ്ക്വയർ പ്ലസ് 1. അത് നമ്മൾ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ xn മൈനസ് xn ക്യൂബ് പ്ലസ് xn മൈനസ് 1 ഡിവൈഡഡ് ബൈ 3xn സ്ക്വയർ പ്ലസ് 1 നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3xn ക്യൂബ് പ്ലസ് xn മൈനസ് xn ക്യൂബ് മൈനസ് xn പ്ലസ് 1. ഇതിൽ ഈ xനും xനും കട്ട് ചെയ്ത് കളയുന്നു. 3xn ക്യൂബിന് xn ക്യൂബ് കുറച്ച് 2xn ക്യൂബ് വരും. 2xn ക്യൂബ് പ്ലസ് 1 ബൈ 3xn സ്ക്വയർ പ്ലസ് 1. അപ്പൊ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തില് ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡ് വെച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ xn പ്ലസ് 1 എന്നുള്ളതിന്റെ ഫോർമുല എന്ത് കിട്ടാം? 2xn ക്യൂബ് പ്ലസ് 1 ബൈ 3xn സ്ക്വയർ പ്ലസ്. അപ്പൊ ആ ഫോർമുലയാണ് നമുക്ക് ആവശ്യം. ഇവിടെ നമുക്ക് വേണ്ട ഫോർമുല ഏത് ഫോർമുലയാണ് വേണ്ടത്? xn പ്ലസ് 1 is equal to 2xn ക്യൂബ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3xn സ്ക്വയർ പ്ലസ്. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനുമായിട്ട് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്ന ഈ ഫോർമുലയെ നമ്മൾ ഇങ്ങനെ കൺവെർട്ട് ചെയ്തിട്ട് ഇനി നമ്മൾ അടുത്ത സ്റ്റേജിൽ ചെയ്യേണ്ടത് ഇവിടെ റൂട്ട്സ് ലൈൻസ് ബിറ്റ്വീൻ 0 and 1 എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ x0 എന്നുള്ളത് സ്റ്റാർട്ടിംഗ് വാല്യൂ x0 എന്നുള്ളത് എന്ത് എടുക്കണം? x0 എന്നുള്ളത് 0 എന്ന് എടുക്കാം. എന്നതിന് ശേഷം n equal to 0 കൊടുക്കാം. n equal to 0 ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ x1 ആണ്. x1 സമയത്ത് കിട്ടുന്ന 2 into ഇവിടെ x0 ക്യൂബ് പ്ലസ് 1 n 0 എടുത്താൽ x0 ക്യൂബ് ഡിവൈഡഡ് ബൈ 3x0 സ്ക്വയർ പ്ലസ് 1. ഈ x0 നമ്മൾ 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടാം? 2 into 0 plus 1 divided by 3 into 0 plus 1 answer will be 1. അപ്പോൾ x1 ന്റെ ആൻസർ നമുക്ക് എന്താ കിട്ടി? x1 ന്റെ ആൻസർ 1 കിട്ടി. ഇനി നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം? n is equal to 1 കൊടുക്കാം. 1 കൊടുക്കുമ്പോൾ x2 നമുക്ക് കിട്ടും. x2 ഈ ഫോർമുലയിൽ കൊടുക്കുമ്പോൾ x2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2x1 ക്യൂബ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3x1 സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഈ x1 ന് 1 കൊടുക്കാം. 2 into 1 plus 1 divided by 3 into 1 plus 1. That is 3 by 4. That is equal to 0.75. അടുത്ത് എന്ത് ചെയ്യണം? n is equal to 2 കൊടുക്കാം. അപ്പോൾ x3 കിട്ടും. x3 എത്ര കിട്ടും? x3 is equal to 2x2 cube
plus 1 divided by 3x2 square plus 1. That is equal to, now get the answer and then 2 into x2 no get x2 no get 0.75 whole cube plus 1 divided by 3 into 0.75 the whole square plus 1. The calculate chamber, now get the answer x3 answer 0.6860. The calculate 0.6860. അടുത്ത നമ്മൾ n is equal to 3 കൊടുക്കുക. n is equal to 3 കൊടുക്കുമ്പോൾ x4 സമയത്ത് കിട്ടുന്ന 2x3 cube plus 1 divided by 3x3 square plus 1 is equal to, ഇവിടെ x3 ക്ക് വരാൻ 0.6860 കൊടുക്കുമ്പോൾ 2 into 0.6860 whole cube plus 1 divided by 3 into 0.6860 the whole square plus അതായത് x3 ക്ക് വരെ തൊട്ട് കിട്ടിയപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 2 into 0.6860 whole cube plus 1 divided by 3 into 0.6860 whole square plus 1 വരും. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ x4 ന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.6823 എന്നാണ്. 0.6823. ഇനി നമ്മൾ ഒരു വാല്യൂ കൂടെ കണ്ടുപിടിക്കാം. അടുത്ത വാല്യൂ നമുക്ക് x4 വരെ കിട്ടി. ഇനി അടുത്ത n is equal to 4 കൊടുക്കാം. അപ്പൊ x4 സമയത്ത് കിട്ടും x4 ന്റെ വാല്യൂ 2 x4 whole cube plus 1 divided by 3x3 square plus 3x4 square plus. അപ്പൊ നമുക്ക് 2 into x4 തന്നെ എത്രയാണ് 0.6823 the whole cube plus 1 divided by 3 into 0.6823 the whole square plus 1. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ x4 ൽ x5 ആണ് കിട്ടുന്നത്. അടുത്ത വാല്യൂ n is equal to 4 കൊടുക്കുമ്പോൾ x5 നമുക്ക് കിട്ടുന്നത് എത്രയാണ് 2 into 0.6823 whole cube plus 1 divided by 3 into 0.6823 the whole square plus 1. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.6823 ആണ്. 682. അപ്പൊ x4 ഉം x5 കൂടി കോയിൻസൈഡ് ചെയ്തു. Therefore root എന്ന് പറയുന്നത് എത്രയാണ്? Therefore root is equal to 0.682. കാരണം എന്താണ്? 3 decimal places എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ആൻസർ എന്താ? root is equal to 0.682. അപ്പൊ ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട്, അതായത് x3 plus x minus 1 എന്നുള്ള ഒരു പോളിനോമിയൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ച മെത്തേഡിന്റെ പേരെന്താണ്? ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്. ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല xn plus 1 is equal to xn minus f of xn divided by f dash xn. ആ ഫോർമുല എന്ന് ഓർത്തിരിക്കുക. xn minus f of xn divided by f dash x. ഇതാണ് നമ്മുടെ ഫോർമുല. ഈ ഫോർമുല നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഫംഗ്ഷൻ f of x എന്താണ്? x³ plus x minus 1 എന്നാണ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ f of x എന്നുള്ള ഫംഗ്ഷൻ x³ plus x minus 1 എന്നാണ്. അപ്പൊ അതിൽ f of x എന്തായിരിക്കും? x ന് വരെ xn കൊടുക്കാം. കൊടുക്കുമ്പോൾ x³ plus xn minus 1 വരും. f dash x എന്താണ്? അതിന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 3xn² plus 1 വരും. അത് നമ്മുടെ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു പുതിയൊരു ഫോർമുല കിട്ടും. ആ ഫോർമുല എന്താണ് കിട്ടുന്നത്? xn plus 1 is equal to 2xn³ plus 1 by 3xn² plus 1. അങ്ങനെ നമ്മൾ ആ ഫോർമുല ഒന്ന് റീറൈറ്റ് ചെയ്യും അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻ കുറച്ചുകൂടി എളുപ്പമായിട്ട് വരും. ഇനി അങ്ങനെ ചെയ്തില്ല എന്നിരുന്ന് കുഴപ്പമില്ല, അങ്ങനെ ചെയ്താലുള്ള ഗുണം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് വരും. അപ്പൊ നമുക്ക് നമ്മുടെ ഫോർമുല കിട്ടി. നമ്മുടെ കിട്ടിയ ഫോർമുല നമ്മൾ മോഡിഫൈ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ റൂട്ട്സ് ലൈസ് ബിറ്റ്വീൻ 0 and 1 എന്നാണ് പറയുന്നത്. റൂട്ട്സ് ലൈസ് ബിറ്റ്വീൻ 0 and 1. അപ്പൊ നമ്മൾ x0 എന്നുള്ളത് എടുക്കണം. x0 എന്നുള്ളത് 0 കൊടുക്കാം. x0 is equal to 0. അതിനുശേഷം ആദ്യം നമ്മൾ n is equal to 0 കൊടുക്കുമ്പോൾ xn plus 1 എന്നുള്ള എന്തായിട്ട് മാറും? x1 ആയിട്ട് മാറും. x1 is equal to നമ്മൾ ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2x0³ plus 1 by 3x0² plus 1 വരും. അതിൽ x0ന്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ ആദ്യത്തെ x1ന്റെ വാല്യൂ 1 കിട്ടും. രണ്ടാമത് നമ്മൾ x2 കാണാനായിട്ട് 2x1³ plus 1 by 3x1² plus 1. x1 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 0.75 കിട്ടും. അടുത്ത സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
x3 കാണണമെങ്കിൽ n is equal to 2 കൊടുക്കുക. അപ്പൊ 2x2 പ്ലസ് 1/3x2 സ്ക്വയർ പ്ലസ് 1 വരും. x2 നമ്മുടെ കയ്യിലുണ്ട്, അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 0.6860 എന്ന് വരും. അടുത്ത n is equal to 3 വരുമ്പോൾ x4 എത്ര കിട്ടണേ? 2 into x3 cube plus 1/3 into x3 square plus 1. x3 ക്ക് വരും 0.680 കൊടുക്കാം. 0.6823 എന്ന് വരും. ഒരു വാല്യൂ കൊണ്ട് കാണാം. x5 കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x4 whole cube plus 1/3x4 whole square plus 1 വരും. x4 എന്ന് പറയുന്നത് കൊടുക്കണം 0.6823 വരെ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 0.6823. അപ്പൊ ഇവിടെ x4 ഉം x5 കോയിൻസൈഡ് ചെയ്ത് വന്നു. x4 ന്റെ വാല്യൂ 0.6823 ആണ്, x4 ന്റെ വാല്യൂ 0.6823 ആണ്. therefore നമ്മൾ അവിടെ ഇറ്ററേഷൻ നിർത്തുന്നു. നമ്മുടെ റൂട്ട് എത്രയാണ്? 0.6823. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് 3 ഡെസിമൽ പ്ലേസസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 3 ഡെസിമൽ പ്ലേസസ് ആയതുകൊണ്ട് നമ്മുടെ ആൻസർ നമ്മൾ എന്ത് എഴുതുന്നു? റൂട്ട് ഈസ് ഈക്വൽ ടു 0.682. ഇത് ഏത് വർഷം ചോദിച്ചതാണ്? ഓഗസ്റ്റ് 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഓക്കെ, ശരി.